ഓണത്തിന് ദൃശ്യവിരുന്നൊരുക്കി 25,000 ചതുരശ്ര അടി പൂക്കളം. വയനാട് ഇരളം ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് പൂക്കളം ഒരുക്കിയിരിക്കുന്നത്. ഔട്ട്ഡോറിൽ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ പൂക്കളം എന്നാണ് സംഘാടകർ പറയുന്നത്. മുബാറക് ചേരുകയാണ് വയനാട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. മുബാറക്ക്, പൂർണ്ണമായും പൂക്കളം പൂർത്തിയായോ? എന്താണ്, ഒരുപാട് ആളുകൾ കാണാൻ വേണ്ടി വരുന്നുണ്ടോ? രുചീഷ്, ഇത്തവണ കേരളത്തിൽ എവിടെയാണ് ഓണമെന്ന് തപ്പി നടന്നവർക്ക് വേണമെങ്കിൽ ഇവിടെ വയനാട് ജില്ലയുടെ ഇരുളത്താണ് യഥാർത്ഥ ഓണം എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും. കാരണം എൻ്റെ ഈ വലതുവശത്ത് ആദ്യം തന്നെ പൂക്കളം ഒന്ന് കാണിച്ചു തരാം. ഏകദേശം 25,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് ഈ പൂക്കളം ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഇരുളത്തെ ഗവൺമെന്റ് ഹൈസ്കൂളാണ്. ആ സ്കൂളിന്റെ ഗ്രൗണ്ടാണ് പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 25,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ ഇത്തരം ഒരു പൂക്കളം ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് കണ്ണെത്താ ദൂരത്തോളം വിശാലമായിട്ടുള്ള അത്രയും, അതായത് ഒരു ഭാഗത്ത് നിന്ന് അപ്പുറ ഭാഗത്തേക്ക് പൂർണ്ണമായും കണ്ണു തീർക്കണമെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും വേണ്ടിവരും എന്നുള്ള രീതിയിലാണ് അതിന്റെ പ്രവൃത്തികൾ നടത്തിയിരിക്കുന്നത്. അതിനോട് ചേർത്ത് അതിന് നിരവധി പ്രത്യേകതകൾ ഈ പൂക്കളത്തിനുണ്ട്. അതിനകത്തൊരു ആനയുടെ ദൃശ്യം നമുക്ക് ദൃശ്യമാണ്. അത് ഈ നാട്ടിലെ മണിയൻ എന്ന പേരുള്ള ഒരു ആനയാണ്. ആ ആന ചരിഞ്ഞതാണ്. പക്ഷേ അവരുടെ ഓർമ്മയ്ക്കായിട്ട് ഈ നാട്ടുകാരുടെ കൂടെ, അതായത് ഒരു കാട്ടാനയാണ് എല്ലായ്പ്പോഴും യാതൊരുവിധ നാട്ടുകാർക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ആന, അതിൽ ആ ആനയുടെ ചിത്രവും ആ പൂക്കളത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ തുടങ്ങി വിവിധ പ്രത്യേകതകൾ നിറഞ്ഞ പൂക്കളമാണ്. ഈ പൂക്കളം കാണാൻ നിരവധി ആളുകൾ രാവിലെ മുതൽക്കേ തന്നെ എത്തിയിട്ടുണ്ട്. ഇന്നലെയും ഈ പൂക്കളം ഇവിടെ ഉണ്ടായിരുന്നു. ഈ കണ്ടോ, അല്പം മഴ പെയ്യുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഈ സ്കൂളിന്റെ തിണ്ണയിലേക്ക് ആളുകളെല്ലാം തന്നെ കയറിയിരിക്കുന്നു. നമുക്ക് ഈ പൂക്കളത്തിനെ കുറിച്ച് ആധികാരികമായി തന്നെ ചോദിച്ചറിയാം. ജയന്തി രാജനുണ്ട് നമുക്കൊപ്പം. ചേച്ചി, എന്താണ് ഈ പൂക്കളത്തിന്റെ പ്രത്യേകത? എന്താണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ? ഞങ്ങളുടെ നാട്ടിലെ ആദ്യത്തെ ഒരു സംഭവമാണിത്. ഞങ്ങൾ ഇരുളത്തെക്കുറിച്ച് ലോകം അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരുന്നു. അങ്ങനെ കുറേ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കി വിദേശത്തും സ്വദേശത്തും ഇരിക്കുന്ന എല്ലാവരും ഈ ഗ്രൂപ്പിൻ്റെ ഭാഗമായി ഞങ്ങൾ നാട് മാറ്റത്തിന് വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ലയൺസ് ക്ലബ്ബും അതുപോലെ തന്നെ ഈ നാട്ടിലെ പ്രാദേശിക ക്ലബ്ബുകളും ഒക്കെ ചേർന്ന് ലയൺസ് ക്ലബിൻ്റെ ഒരു ആശയമായിരുന്നു നമുക്ക് ഇരുളത്ത് വ്യത്യസ്തമായ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഒരു ഓണപ്പൂക്കളം ഒരുക്കണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടത്. ആ ചർച്ചയിൽ നിന്ന് ആരംഭിച്ചതാണ്. ഞങ്ങളുടെ ആശയം പങ്കുവച്ചപ്പോൾ ഈ നാട്ടിലെ മുഴുവൻ ക്ലബ്ബുകളും പ്രാദേശിക സംഘടനകളും എല്ലാവരും ഒപ്പം നിന്നുകൊണ്ട് ഇത് വിജയിപ്പിക്കാൻ തയ്യാറാണ് എന്നറിയിച്ചു. അങ്ങനെ ഒരുപാട് സംഘടനകളെയൊക്കെ സമീപിച്ചു ഞങ്ങൾ, ഫണ്ടും കാര്യങ്ങളൊക്കെ. പക്ഷേ വടക്കാഞ്ചേരിയിൽ നിന്നെത്തിയ ഫൈസൽ സാർ അടക്കമുള്ള ആളുകൾ, വർണ്ണ ഗ്രൂപ്പ് നമുക്കതിനുള്ള ഫണ്ട് സ്പോൺസർ ചെയ്തു. എന്നാണ് ഇതിന്റെ ഈ പൂക്കള കിട്ടി തുടങ്ങിയതെന്ന്? 23-ാം തീയതി. എന്തായാലും വലിയ ആഘോഷമാണ് വയനാട് ഇരുളത്തും കാണാനാകുന്നത്. എന്തായാലും ഒരു മൈതാനം നിറയെ പൂക്കളം, ഒരുപാട് ആളുകളാണ് അവിടെ ആ പൂക്കളം കാണാനും എത്തുന്നത്.